അപ്പോൾ മച്ചാമാരെ നമുക്കൊരു കൺസീലർ ഫ്ലഷ് ടാങ്കിന്റെ ഫ്ലഷ് പാറ്റ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് നോക്കാം. നമുക്കിവിടെ ഫ്ലഷ് ടാങ്ക് വന്നിട്ടുള്ളത് ഗ്രോഹെയർ ഫ്ലഷ് ടാങ്ക് ആണ്. അതുപോലെ നമ്മുടെ ഫ്ലഷ് പാറ്റ് ഗ്രോഹെയർ ഫ്ലഷ് പാറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫ്ലഷ് പാറ്റ് വയ്ക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് ഈ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ടൈൽസ് മാക്സിമം ഈ ലെവലിലേക്കാണ് ടൈൽസ് ഒട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ കുറച്ച് വാക്സപ്പിൻ്റെ ഒക്കെ നമ്മൾ ഈ ഗ്യാപ്പിൽ വെച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് അവസാനം വരെ ഇത് തന്നെ കാണും. നമ്മൾ ഈ കാണുമ്പോൾ വൈറ്റ് സിമെന്റ് എല്ലാം വെച്ചിട്ടുണ്ട്. സൈഡിലായതിനൊക്കെ ഒന്ന് കുറച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. നമുക്ക് പിടിപ്പിക്കാനുള്ളത് ഇതുപോലെ ഒരു ഫ്രെയിം കാണും. അതുപോലെ ഇതിന്റെ കൂടെ നമുക്ക് ഈ സ്ക്രൂവും വാഷറും ഉണ്ട്. നമുക്ക് രണ്ടിടത്ത് മാത്രമാണ് സ്ക്രൂ വയ്ക്കാനുള്ളത് ഈ മോഡലില്. നമ്മൾ കാണുമ്പോൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഗ്രോഹെയർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ മുകളിലോട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ടാങ്കിന്റെ ട്യൂബാണ്. ഈ ട്യൂബ് എടുത്ത് നമ്മൾ ഈ വലിയ നോബിലാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കണക്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം. ഓക്കെയാണ്. നമുക്കിനി ഒന്ന് ഫിറ്റ് ചെയ്യാനൊന്നുമില്ല. ഇതൊരു ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ഇത് നമ്മളൊന്ന് കയറ്റി ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ താഴെ ഇങ്ങനെ വെച്ചിട്ട് എന്താ കറക്റ്റ് ലോക്കിലങ്ങ് വീണോളൂ. ഈസി ഇൻസ്റ്റാളേഷൻ ആണ്. അത് വേറെ നെട്ടും ബോൾട്ടും ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് മറക്കല്ലേ.